സംഭവം ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ നല്ല സംഭവമുണ്ട്. നല്ല സംഭവം എന്ന് വെച്ചാൽ എല്ലാ ചേരുവകളും ഒത്തു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക അനുഭവമായിട്ടിരിക്കും ഈ സിനിമ. പിന്നെ എന്ന് വെച്ചാൽ നല്ല ഓഡിയൻസ് ആണ് ഇതിൽ ഏറ്റവും മസ്റ്റ്. നല്ല ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു നല്ല സംഭവമാണ്, നല്ലൊരു അനുഭവമായിരിക്കും. നമ്മളൊരു പ്രത്യേക ലോകത്ത് ഇവർ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ നല്ല ഓഡിയൻസ് അല്ല എന്നുണ്ടെങ്കിൽ, കാരണം ഈ സിനിമയിൽ മൊബൈലിൽ നോക്കിയിരിക്കുന്നവര് അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നവര്, ഈ ഇതിന്റെ ഉള്ളിലുള്ള കഥയെ പറ്റി സംസാരിക്കുന്നവര്, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ ഒറ്റയ്ക്ക് സിനിമ പോയി കണ്ടിരുന്ന നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് സംസാരിക്കാനോ ചോദിക്കാനോ പറയാനോ ആരുമില്ല. അപ്പൊ നമ്മൾ ആ സിനിമയിൽ തന്നെ ആവുമ്പോൾ നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടും. നമ്മൾ കൂട്ടത്തോടെ പോകുമ്പോൾ പല ആൾക്കാർക്കും പല ടേസ്റ്റ് പല ഇതായി കഴിഞ്ഞപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവരെ കൂടെ ബാധിക്കും. കാരണം അദ്ദേഹം പറയണം ഇത് എന്തിനു കൊള്ളാം, ഇത് എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പോയി പിന്നെ ആ സിനിമ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ നല്ല ഓഡിയൻസിന് ഇടയ്ക്ക് ഇരുന്ന് കാണാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിന്റെ വിഷ്വലൊക്കെ അടിപൊളി വിഷ്വലാണ്. അതിന്റെ സൗണ്ട്സ്, അതുപോലെ തന്നെ ലൈറ്റിങ്, കളറിങ്, ഇത് എല്ലാം. കാരണം എഡിറ്റിംഗ് ഏറ്റവും പറയണം. കാരണം ഇതൊരു ടൈം ലൂപ്പാണ്. കാരണം ഒരു കാടിനുള്ളിൽ അകപ്പെട്ടു പോകുന്ന പോലീസുകാരും പിന്നെ അതുപോലെ തന്നെ തടവുകാരും ഒരു 10-30 വർഷത്തെ ജേണിയാണ് അവരുടെ. അപ്പൊ അതിൽ നിന്ന് അവർ പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പൊ ആ ടൈം ലൂപ്പ് എങ്ങനെയൊക്കെ കടക്കാന്ന് ചോദിച്ചാൽ ഇവർക്ക് അത് പുറത്ത് കടക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ ഇത് എങ്ങനെയാണോ അവര് പുറത്ത് കടക്കാൻ നോക്കുകയും അത് ഇവർ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ഇവർ ആവർത്തിക്കുമ്പോൾ പിന്നെയും ഇവർ ഇതിന്റെ ഉള്ളിലോട്ടായി പോകുന്നത് നമുക്കറിയാലോ, ലൂപ്പ് അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയാണ്. അപ്പം ആവർത്തിച്ച് വരുന്ന സീനുകളും എല്ലാം ഉള്ളപ്പം നമുക്കിത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭയങ്കര അനുഭവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച സിനിമയിലിരുന്ന് വേറെ ഒന്നുമില്ല, നല്ല സൗണ്ട് ക്ലാരിറ്റി, നല്ല വിഷ്വല്, അതേപോലെ തന്നെ നല്ല പ്രകടനങ്ങൾ. പിന്നെ എല്ലാവരും പറയും മിസ്കാസ്റ്റിംഗ് ആയിട്ട് എല്ലാവർക്കും അനുഭവപ്പെടും. കാരണം വെച്ചാൽ പിന്നെ ഇത്രയും മുതൽ മുടക്കി വരുന്ന ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഉള്ള കാസ്റ്റിംഗ് അല്ലാണ്ട് അക്ബർ അലിക്ക് വരാം ആസിഫ് അലീനെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വരാം വേറെ ആൾക്കാരെ കിട്ടുമ്പോൾ ഇത് വലിയൊരു പടമായി മാറും. കാരണം വലിയ മുതൽ മുടക്കിലും അതല്ല, നമുക്ക് ഉള്ളതിൽ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള ആൾക്കാരെ വെച്ച് ആകുമ്പോൾ അവരെ കൊണ്ട് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അസ്കർ അലി ആണെങ്കിലും അതുപോലെ സിദ്ധാർത്ഥ് ഭാരതൻ, വിനീത് കുമാറൊക്കെ തകർപ്പൻ പ്രകടനമാണ്. ചെയ്തവരെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല വിഷ്വൽ, നല്ല സംവിധായകൻ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. കാരണം ഇതിന്റെ എഡിറ്റ് ചെയ്തതിന് ഏറ്റവും പണി എഡിറ്റർക്കാണ്. കാരണം ആവർത്തിച്ച് വരുന്ന സീനുകളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്കൊക്കെ ഈ ടീമിന് നല്ല ഒരു നിർമ്മാതാവിനെ കിട്ടി, നല്ല പോലെ പൈസ മുടക്കുന്ന ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ നല്ല സിനിമ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പം നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പം ശ്രദ്ധിക്കുക. പിന്നെ ഈ സമയത്താണ് ഈ പടം ഇറങ്ങിയത്. നമ്മുടെ നോമ്പുകാലം ആയതുകൊണ്ട് ഈ ചിത്രത്തിന്റെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യം സംശയമാണ്. വിജയം പരാജയങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇനി വരാനുണ്ട്. അപ്പൊ ഈ വീഡിയോന്റെ ലോങ് വീഡിയോ ഇതിനെപ്പറ്റി ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.